എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. അതിപ്പോ ഈ ബിക്കിനി ഷൂട്ട്സിന്റെ കാര്യം ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. അപ്പൊ സ്വിം സൂട്ട്സ്, ഇപ്പൊ നമ്മള് ഒരു ബീച്ചിൽ പോകുമ്പോ നമുക്ക് അതിന്റേതായ ഡ്രസ്സല്ലേ അവിടെ ഇടേണ്ടത്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കും അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഒരു ബിക്കിനി ഇതൊന്നും ഇട്ടോണ്ട് ആരും ബസ്സിലൊന്നും കയറി പോകുന്നില്ലല്ലോ. ആരെല്ലാം കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ആവണമെന്നില്ല, ആയിക്കൂടുന്നില്ലല്ലോ, മനുഷ്യാവതാരമല്ലേ. അപ്പം അത് ആ സ്ഥലത്തല്ലേ അവരിടുന്നുള്ളൂ. ആ സ്ഥലത്ത് ഇത് തന്നെ ഇടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ബീച്ചിലിടാൻ വേണ്ടി ബീച്ച് വെയർ എന്ന് പറയുന്നത് നനഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ. അപ്പൊ അവിടെ ആ മെറ്റീരിയൽ അല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. നമുക്ക് സാരി ഉടുത്തോണ്ട്, കോട്ടൺ സാരി ഉടുത്തോണ്ട് ബീച്ചിൽ പോയി മലർന്ന് ഇങ്ങനെ കിടന്ന ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടല്ലോ. ആക്കരുത്. എല്ലാവരും ഇത് യൂസ് ചെയ്യണം എന്നില്ലല്ലോ. ഈ പറഞ്ഞ ബീച്ച് വെയർ അതായത് കിളിപോയ ആളുകൾ ഒരുപാടുണ്ട്, അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. എന്നെ കിളിപോയെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ, മനസ്സിലായി. ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലാട്ടോ. ബിക്കിനി ഷോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റാങ്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. പക്ഷെ അതുകൂടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും. ചേച്ചിയുടെ ഒരു കൺസെപ്റ്റിൽ എന്താണ് ഈ മാന്യമായ വസ്ത്രം, അല്ലെങ്കിൽ എന്താണ് ഈ മാന്യം? ഈ ഷക്കീല യുഗത്തിൽ ബർമുട ധരിക്കുന്നത് തെറ്റാ? ഇപ്പോഴത്തെ പിള്ളേർ ഫോൺസ് ഇതാണെന്നറിയാമോ? മിനിമം ധരിക്കുക, മാക്സിമം കാണിക്കുക. എന്താണ് മാന്യത? നിങ്ങൾക്ക് എന്താണ് മാന്യത? എന്റെ കാഴ്ചപ്പാടിൽ മാന്യത കുറച്ച് അത്യാവശ്യം സെക്സി ആയിട്ടൊക്കെ ഡ്രസ് ചെയ്യുന്നതാണ് മാന്യത. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. കാരണം എനിക്കത് ഇഷ്ടമാണ്. ചെറുപ്രായമല്ലേ, അതൊക്കെ കാണും. ഒരു മനുഷ്യനെ അട്രാക്റ്റീവ് ആക്കുന്നത് അവന്റെ സെക്സ് അപ്പീലാണ്. അതെ അതെ, പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അല്ല, ചേച്ചി നേരത്തെ പറഞ്ഞൊരു കാര്യം, ഞാൻ കാണിക്കാനല്ല ഒന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഫോളോവർ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് ഷൂട്ടിൽ കൂടെ തന്നെ വേണം. അതിനുവേണ്ടിയാണ് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്.